എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തമത്ര തിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദി ത്വാമവർണ്ണയത് സമുനി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. അമുനൈവ, അമുന ഏവ, സർവദുർഗം, തരിതാസ്ത. ഈ കണ്ണനെ കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ അനർത്ഥങ്ങളെയും മറികടക്കും. കൃതാസ്തമത്ര, അത്ര കൃതാസ്തം തിഷ്ഠധ്വം. അതുകൊണ്ട് ഈ കണ്ണനിൽ ആദരവോടുകൂടി സ്ഥിരചിത്തരായിരിക്കുക. ഹരി ഏവ ഇതി, ഇതി ഇങ്ങനെ, ഹരി ഏവ ഇങ്ങനെ അങ്ങ് ശ്രീഹരി തന്നെയാണെന്ന്, അനഭിലപൻ തുറന്ന് പറയാതെ, ഇത്യാദി ഇങ്ങനെയെല്ലാം, ത്വാം അങ്ങയെ കുറിച്ച്, അവർണ്ണയത് വർണ്ണിച്ചു. ആര്? സ മുനി, ആ ഗർഗമുനി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഈ പുത്രൻ മൂലം നിങ്ങൾ സർവ അനർത്ഥങ്ങളെയും അതിലംഘിക്കും. ആയതുകൊണ്ട് ഇവനിൽ താൽപ്പര്യം ചെലുത്തി നിങ്ങൾ സ്ഥിരചിത്തരായിരിക്കുക. അങ്ങനെ പറഞ്ഞ് മുനി വിശ്വനാഥനായ ഹരിയാണ് ഈ കുട്ടി എന്നു മാത്രം സ്പഷ്ടമായി അവരോട് പറഞ്ഞില്ല. അതായത് ഉണ്ണിക്കണ്ണനിലൂടെ നിങ്ങൾക്ക് ഈ സംസാരസാഗരം തരണം ചെയ്യാനാവും എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് എന്താ വേണ്ടേ? ഈ ഉണ്ണിയിൽ ഭക്ത്യാദരവോടുകൂടി, ഉറച്ച ഭക്തിയോടുകൂടി സ്ഥിരചിത്തരായിരിക്കണം എന്ന്. ഹരേ കൃഷ്ണ.